ഹായ് ഗൈസ്, എൻ്റെ പേര് റുക്കിയ റിദ. ഞാനിവിടെ പരിയാർ മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സിൻസ്പയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതായത് ഇന്നലെ മോഡൽ എക്സാം കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈസി ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒന്ന് രണ്ട് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഏതെല്ലാം പോയിന്റ് ഫോക്കസ് ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ട് ഒരു ചെറിയൊരു ഡിസ്കഷൻ വീഡിയോ പോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈറസസ് ആർ കവേർഡ് ബൈ എ പ്രോട്ടീൻ കോട്ട്. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? വൈറസസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്, എന്താണ് അതിന്റെ പേര് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ വൈറസസിനെ കവർ ചെയ്തുകൊണ്ട് എന്തൊക്കെയുണ്ട് നമുക്കറിയാം. പ്രോട്ടീൻ കോട്ടും ഉണ്ട്, ജനറ്റിക് മെറ്റീരിയൽസും ഉണ്ട് അല്ലെ. ജനറ്റിക് മെറ്റീരിയൽസ് അഥവാ DNA or RNA രണ്ടും ഒരുമിച്ച് ഉണ്ടാവില്ല. ഒന്നെങ്കിൽ DNA അല്ലെങ്കിൽ RNA. പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്നതാണെങ്കിൽ അതിൽ എന്ത് മാത്രമേ ഉണ്ടാവൂ? സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ഉണ്ടാവും. വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ആനിമൽസിനെ ഇൻഫെക്ട് ചെയ്യുന്നതാണെങ്കിൽ ഒന്നെങ്കിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNA, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഇനി ബാക്ടീരിയ ഫേസ്, മൂന്നാമത്തത് ബാക്ടീരിയ ഫേസ്, അതായത് വൈറസസ് ദാറ്റ് അറ്റാക്ക് ബാക്ടീരിയസ്, അതിനാണെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA മാത്രമേ ഉണ്ടാവും. ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താ? പ്രോട്ടീൻ കോട്ടിന്റെ പേരെന്താ? പ്രോട്ടീൻ കോട്ടിന്റെ പേരെന്താ? എന്താ? വാട്ട് ഈസ് പ്രോട്ടീൻ കോട്ട്സ് നെയിം? ക്യാപ്സിഡ്. ക്യാപ്സിഡ് ആണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് യൂണിറ്റ്സ് കോൾഡ് ആസ് ക്യാപ്സോമിയേഴ്സ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് സിമ്പിൾ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ മോസ്റ്റ് ഓഫ് ദ ഹയർ പ്ലാന്റ്സ് ദ ഗ്രോയിങ് അപ്പിക്കൽ ബഡ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്സ്. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ്. അതായത് ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും നമ്മുടെ അപ്പിക്കൽ ബഡിന്റെ ഗ്രോത്ത്. അതിന്റെ പേരെന്താ? ഹയർ പ്ലാന്റ്സിൽ കാണുന്ന ഒരു ഫിനോമിനൻ ആണ്. ആ ഫിനോമിനന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താ? എപ്പിക്കൽ ഡോമിനൻസ് അല്ലെ. ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് എപ്പിക്കൽ ബഡ് ഗ്രോ ചെയ്യുന്നത് കൊണ്ട് ലാറ്ററൽ ബഡ്സിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഏതാ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നുള്ളത്? എപ്പിക്കൽ ബഡ്. സോ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് വിളിക്കുക അതിനെ. അത് ഏത് പ്ലാന്റ് ഹോർമോൺ ആണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഓക്സിൻ. അങ്ങനെയും ചോദിക്കാൻ ക്വസ്റ്റ്യൻ. അതായത് ഏത് പ്ലാന്റ് ഹോർമോൺ കാരണമാണോ എപ്പിക്കൽ ഡോമിനൻസ് ഉണ്ടാകുന്നത്? ഓക്സിൻ. ഈ ഓക്സിൻ എവിടെയാ പ്രൊഡ്യൂസ് ആവുന്നത്? ടിപ്പ് ഓഫ് ദ പ്ലാന്റ്സിന്റെ ടിപ്പിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, in which stage of mitosis chromatids are separated and moving to the opposite poles? മൈറ്റോസിന്റെ ഏത് സ്റ്റേജിലാണ് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകുന്നത്? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. മൈറ്റോസിസിൽ 4 സ്റ്റേജസ് ഉണ്ട്. എന്തെല്ലാം? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ് അല്ലെ. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രോഫേസിൽ എന്താ നടക്കുന്നത്? കണ്ടൻസേഷൻ ഓഫ് ദ ക്രോമാറ്റിൻ അല്ലെ. രണ്ടാമത് മെറ്റാഫേസിൽ എന്താ നടക്കുന്നത്? മെറ്റാഫേസിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് എന്തുണ്ടാവും? അതിൽ മെറ്റാഫേസ് പ്ലേറ്റ് ഫോർമേഷൻ നടക്കുന്നുണ്ട് അല്ലെ. സെന്ററിൽ വന്നിട്ട് മെറ്റാഫേസ് പ്ലേറ്റ് ഫോർമേഷൻ പോലെ ഒരു എല്ലാ ക്രോമാറ്റിഡ്സും വന്നിട്ട് സെന്ററിൽ അറേഞ്ച് ചെയ്ത് നിൽക്കും. ഓക്കെ, മൂന്നാമത്തെ ഫേസ്, അതാണ് ഇതിന്റെ ആൻസർ. എന്താ? അനാഫേസ്. അനാഫേസിലാണ് എന്ത് നടക്കുന്നുള്ളത്? ഈ ക്രോമാറ്റിഡ്സ് സെന്ററിലുള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോയി നിൽക്കും. ഓക്കെ, അതാണ് ആൻസർ, അനാഫേസ്. ഓക്കെ അല്ലേ. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ, the fusion between one large non-motile female gamete and the small motile male gamete. ഓക്കെ, ഇതേ ഡെഫിനിഷൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്യൂഷൻ 3 തരത്തിലുള്ള പേര് നമുക്ക് പഠിക്കാനുണ്ട്. ഐസോഗമി, അനൈസോഗമി, ഊഗമി. ഐസോഗമി എന്ന് പറഞ്ഞാൽ എന്താ? മെയിലും ഫീമെയിൽ ഗാമീറ്റും സെയിം സൈസിൽ ഉള്ളതാണെങ്കിൽ, സിമിലർ ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ആണെങ്കിൽ ഫ്യൂഷനിന് എന്ത് വിളിക്കും? ഐസോഗമി എന്ന് വിളിക്കും. ഓക്കെ, അനൈസോ എന്ന് പറയുമ്പോൾ എന്താ? ഡിസിമിലർ ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റിന്റെ ഫ്യൂഷൻ ആണെങ്കിൽ അത് അനൈസോഗമി. മൂന്നാമത്തതാണ് നമ്മളിപ്പം പറഞ്ഞ ഡെഫിനിഷൻ. ഏതാ? 1 ലാർജ് നോൺ മൊട്ടൈൽ ആയിട്ടുള്ള ഫീമെയിൽ ഗാമീറ്റും ഒരു സ്മോൾ മൊട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗാമീറ്റും കൂടിയുള്ള ഫ്യൂഷൻ. എന്താ അതിനെ വിളിക്കുക? ഊഗാമി. ഓക്കെ, ഓർ ഊഗാമസ് എന്നും പറയാം. ഓക്കെ അല്ലേ. സിമ്പിൾ ആണ്. എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയാണ് ഉള്ളത്. 1 വേർഡ്. 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഒബ്സർവ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആദ്യം കൊടുത്തിട്ടുണ്ട് ഒരു പെയർ, ആ റിലേഷൻ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തത് ഫിൽ ചെയ്യാൻ. ഓക്കെ, ആദ്യം കൊടുത്തിട്ടുള്ള റിലേഷൻ ഞാൻ വായിക്കുന്നത്. ഔട്ടർ ലെയർ ഓഫ് ദ സീഡ് കോട്ട് ടെസ്റ്റ. ഓക്കെ, ഔട്ടർ ലെയർ ഓഫ് ദ സീഡ് കോട്ട്. സീഡ് കോട്ടിന്റെ പുറത്തത്തെ ലെയറിന്റെ പേര് എന്താ? ടെസ്റ്റ. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ എന്താ? ഇന്നർ ലെയർ ഓഫ് ദ സീഡ് കോട്ട്. എന്താ പേര്? നമുക്കറിയാം, ടെഗ്മെൻ. ഇന്നർ ലെയറിന്റെ പേര് എന്താ? സീഡ് കോട്ടിന്റെ ടെഗ്മെൻ. അപ്പൊ 6th ക്വസ്റ്റ്യൻ, plants can get along without respiratory organs. Write 2 peculiarities that helps plants to do so. ഓക്കെ, പ്ലാന്റ്സിന് അങ്ങനെ പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ഓർഗൻസ് ഒന്നും ഇല്ല അല്ലെ. റെസ്പയർ ചെയ്യാൻ പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ഓർഗൻസ് ഒന്നും പ്ലാന്റ്സിന് ഇല്ല. അപ്പൊ ഏത് പെക്യുലാരിറ്റി ആണ് ഇങ്ങനെ പ്ലാന്റ്സിന് റെസ്പിറേറ്ററി ഓർഗൻസ് ഇല്ലാണ്ട് റെസ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? എന്തൊക്കെ പോയിന്റ്സ് ആണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഒന്നെന്താ? പ്ലാന്റ് പാർട്ട്ലി ടേക്സ് കെയർ ഓഫ് ഇറ്റ്സ് ഓൺ ഗ്യാസ് എക്സ്ചേഞ്ച് നീഡ്സ്. അതിന് സ്വന്തമായിട്ട് തന്നെ അതിന്റെ ഗ്യാസ് എക്സ്ചേഞ്ച് നീഡ്സ് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് പ്ലാന്റ്സിന്. എന്തൊക്കെ കൊണ്ടാവും? ഒന്ന്,
ഇതിന് ഗ്യാസ് എക്സ്ചേഞ്ച് ഡിമാൻഡ് എന്തിനാ കുറവാ. പ്ലാന്റ്സിന് ഗ്യാസ് എക്സ്ചേഞ്ച് ഡിമാൻഡ് കുറവായിരിക്കും കമ്പയർ ടു അതർ ബീങ്സ്. പിന്നെന്താ, സ്റ്റൊമാറ്റ, ലെൻഡിസെൽ പോലത്തെ സ്ട്രക്ചേഴ്സ് എന്തിലുണ്ട്, പ്ലാന്റ്സിലുണ്ട്. ഇതെല്ലാം ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യും. അതൊന്നും ഓർഗൻസ് അല്ല, പക്ഷെ ഈ പാർട്സ് എല്ലാം എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്ട്രക്ചേഴ്സ് എല്ലാം ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ലൂസ് പാക്കിംഗ് ഓഫ് ദ പാരങ്കൈമ. ഓക്കെ, പ്ലാന്റ്സിലുള്ള പാരങ്കൈമൽ സെൽസ് ഇത് ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ലൂസ്ലി അറേഞ്ച്ഡ് ആണ് പാരങ്കൈമൽ സെൽസ്. സോ ഇതൊരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് എയർ സ്പേസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു എയർ സ്പേസസിന്റെ ഒരു ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് പോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലാന്റ് ബോഡിയിൽ. ഓക്കെ, ഈ പെക്യുലാരിറ്റീസ് കാരണം പ്ലാന്റ്സിന് എന്തിന്റെ ആവശ്യമില്ല, റെസ്പിറേറ്ററി ഓർഗൻസിന്റെ ആവശ്യമില്ല. കാരണം അതിന് ഗ്യാസ് എക്സ്ചേഞ്ചിന്റെ ആവശ്യം ഭയങ്കര കുറവാണ്. പിന്നെ അതിൽ എന്ത് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, സ്റ്റൊമാറ്റ ഉണ്ട്, ലെൻഡിസെൽസ് ഉണ്ട്, പിന്നെ പാരങ്കൈമൽ സെൽസ് എല്ലാം ഭയങ്കര ലൂസ്ലി പാക്ഡ് ആണ്. ഇതെല്ലാം കാരണം കൊണ്ട് റെസ്പിറേറ്ററി ഓർഗൻസിന്റെ ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th. റൈറ്റ് 2 characteristic features of the vascular bundle of dicot stem. ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ വാസ്കുലാർ ബണ്ടിൽ ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡൈക്കോട്ട് ആണ്. ഡൈക്കോട്ട് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ക്യാമ്പിയം പ്രസന്റ് ആയിരിക്കും. എന്തില്, വാസ്കുലാർ ബണ്ടിൽ ഹാവ് ക്യാമ്പിയം. ഓക്കെ, ക്യാമ്പിയം പ്രസന്റ് ആണ്, അതൊരു പോയിന്റ് ആയി. ക്യാമ്പിയം പ്രസന്റ് ആണ്. പിന്നെ ക്യാമ്പിയം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് വിളിക്കും, ക്യാമ്പിയം ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓപ്പൺ ടൈപ്പ് ആണ്. 2 പോയിന്റ് ആയി. പിന്നെ കൺജോയിന്റ് ആണ്, അത് ഇങ്ങനെ ബണ്ടിൽ വരയ്ക്കുന്നുണ്ട്, അത് കൺജോയിന്റ് ആണ്. പിന്നെന്താ, അറേഞ്ച്മെന്റ്. ഈ വാസ്കുലർ ബണ്ടിൽ എന്ത് അറേഞ്ച്മെന്റിലാണ് കാണുന്നത്, ഡൈക്കോട്ട് അല്ലേ. ഡൈക്കോട്ട് ആവുമ്പോൾ എന്ത് അറേഞ്ച്മെന്റ്, റിംഗ് അറേഞ്ച്മെന്റ്. ഇനി അഥവാ മോണോകോട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നതെങ്കിലോ സ്കാറ്റേർഡ് ആയിരിക്കും. ഓക്കെ, ഡൈക്കോട്ടിൽ എന്താ അറേഞ്ച്മെന്റ്, റിംഗ് അറേഞ്ച്മെന്റ്. അതുപോലെ തന്നെ മോണോകോട്ടിൽ സ്കാറ്റേർഡ് അറേഞ്ച്മെന്റ്. ഓക്കെ, പിന്നൊന്ന് എൻഡാർക്ക് സൈലമാണ്. എന്ത്, സൈലത്തിന്റെ അറേഞ്ച്മെന്റ് എൻഡാർക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്യാമ്പിയം ഉണ്ടെന്ന് ഓർക്കാം. ക്യാമ്പിയം ഉണ്ടതുകൊണ്ട് അതെന്തായിരിക്കും, ഓപ്പൺ കൺജോയിന്റ് ടൈപ്പ് ആണ്. അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽ റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ് എഴുതിയാൽ മതി. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. ഇതെന്തായാലും തെറ്റിച്ചൂടാ. എ, അനാബേന. അനാബേന എന്ന് പറയുമ്പോൾ ഏതിലാ വരുന്നത്, നമ്മളെ കിങ്ഡം മൊണേറാല് വരുന്ന ആളാണ് അല്ലെ. കിങ്ഡം മൊണേറാല് 2 ആൾക്കാരുണ്ട്. ആരല്ല, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. അനാബേന വരുന്നത് ഏതിലാ, യു ബാക്ടീരിയയിൽ. യു ബാക്ടീരിയയിലുള്ള അനാബേനക്ക് നമുക്കറിയാം ഒരു ടൈപ്പ് ഓഫ് സെൽ ഉണ്ട് വിച്ച് ഈസ് കോൾഡ് ആസ് ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റ് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്, ഫോർ നൈട്രജൻ ഫിക്സേഷൻ. നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന സെല്ലുണ്ട് അനാബേന. ഓക്കെ, അപ്പൊ അനാബേന ഹെട്രോസിസ്റ്റ്. ഇനി അടുത്തത് ബി, ഗൊന്യോലെക്സ്. ഗൊന്യോലെക്സ് എന്ന് പറയുന്നത് ഏതിലാ വരുന്നുള്ളത്, കിങ്ഡം പ്രൊട്ടിസ്റ്റ. കിങ്ഡം പ്രൊട്ടിസ്റ്റയിലെ ഡൈനോ ഫ്ലജല്ലേറ്റ്സിൽ വരുന്ന ആളാണ് ആര്, ഗൊന്യോലെക്സ്. ഇത് റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു റെഡ് ടൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലെ. അപ്പൊ ഗൊന്യോലെക്സ് ഏതിനാ മാച്ച് ചെയ്യുന്നത്, റെഡ് ടൈഡ്. അതുപോലെ യൂഗ്ലിന, അതും ഏതിലാ വരുന്നത്, നമ്മളെ കിങ്ഡം പ്രൊട്ടിസ്റ്റാലാണ് വരുന്നത്. യുഗ്ലിനൊക്കെ എന്തുണ്ട്, ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് കാണുന്നുണ്ട്. സോ പെല്ലിക്കിൾ. ഇനി 4ാമത് ബാക്കിയുള്ളത് ഏതാ, പ്ലാസ്മോഡിയം. സ്ലൈമോൾസിന് പ്ലാസ്മോഡിയം. സ്ലൈമോൾസും നമ്മളെ പ്രൊട്ടിസ്റ്റയിലുള്ള ഒരാളാണ്. ഓക്കെ, സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റുകളാണ് നമ്മളെ സ്ലൈം മോൾസ് എന്ന് പറയുന്നത്. ഇത് നല്ല ഫേവറബിൾ കണ്ടീഷൻസിൽ കുറെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, പ്ലാസ്മോഡിയം. സോ സ്ലൈമോൾസിന്റെ ആൻസർ എന്താ, പ്ലാസ്മോഡിയം. അപ്പൊ അനാബേന ഹെട്രോസിസ്റ്റ്, ഗൊന്യോലെക്സ് എന്ന് പറയുന്നത് എന്താ, റെഡ് ടൈഡ് ഫോം ചെയ്യുന്നുണ്ട്. യുഗ്ലിനാന്റെ ചുറ്റും പെല്ലിക്കിൾ കാണാൻ പറ്റും. 4ാമത് സ്ലൈമോൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ൽ എ, ഹൂ ഡിസ്കവേർഡ് റൈബോസോംസ്. ഓക്കെ, ആരാണ് റൈബോസോംസ് കണ്ടുപിടിച്ചത്, ജോർജ് പലാഡി. ആൻഡ് ബി ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ കെമിക്കൽ കോമ്പണൻസ് ഓഫ് റൈബോസോംസ്. റൈബോസോംസിലുള്ള കെമിക്കൽ കോമ്പണൻസ് എന്തൊക്കെയാ, സിമ്പിൾ അല്ലേ, പ്രോട്ടീൻസ് ഉണ്ട്, RNA ഉണ്ട്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഇനി അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് സെൽസ് സീൻ അറ്റ് ദ മെരിസ്റ്റമാറ്റിക് ഫേസ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, ഫേസസ് ഓഫ് ഗ്രോത്ത് ഏതൊക്കെ തരത്തിലുണ്ട്, മെരിസ്റ്റമാറ്റിക് ഉണ്ട്, എലോങ്ങേഷൻ ഫേസ് ഉണ്ട്, മെച്ചുറേഷൻ ഫേസ് ഉണ്ട്. ഇതില് മെരിസ്റ്റമാറ്റിക് ഫേസ് എന്ന് പറയുന്നത് ഏത് സെൽസ് കാണിക്കുന്നതാന്ന് വെച്ചാൽ നമുക്കറിയാം ഏതൊക്കെയാ, അപ്പെക്സിലുള്ള പോയിന്റിലുള്ള സെൽസും അതുപോലെ റൂട്ടിൽ കാണുന്ന സെൽസും ആണ് ഏത് ടൈപ്പ് ഓഫ് ഗ്രോത്ത് കാണിക്കുന്നത്, മെരിസ്റ്റമാറ്റിക് ഫേസ് ഓഫ് ഗ്രോത്ത് കാണിക്കുന്നത്. ഓക്കെ, ഈ സെൽസിന്റെ പെക്യുലാരിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും കുറച്ച് പെക്യുലാരിറ്റി പറയാം. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത അതേ സെന്റൻസസ് ആണിത്. അതായത് എന്തെല്ലാം, ഒന്ന് അതിൽ നല്ലോണം പ്രോട്ടോപ്ലാസം ഉണ്ട്, റിച്ച് ഇൻ പ്രോട്ടോപ്ലാസ് ആണ്. പിന്നെ നല്ല കൺസ്പീക്കസ് ആയിട്ടുള്ള ന്യൂക്ലിയേ, ഇറ്റ് ഹാസ് എ കൺസ്പീക്കസ് ന്യൂക്ലിയേ. ആൻഡ് സെൽസ് എന്താ, പ്രൈമറി ടൈപ്പ് സെൽസ് ആയിരിക്കും, പ്രൈമറി ഇൻ നേച്ചർ ആയിരിക്കും. പ്രോട്ടോപ്ലാസം റിച്ച് ആണ്, ന്യൂക്ലിയസ് കൺസ്പീക്കസ് ആണ്, അതുപോലെ അതിന്റെ സെൽവാൾ എന്താ, സെല്ലെന്താ, പ്രൈമറി ഇൻ നേച്ചർ ആണ്. പിന്നെ സെൽവാൾ എന്തായിരിക്കും, സെല്ലുലോസിക്കും തിന്നുമാണ്, ഒരു എക്സ്ട്രാ പോയിന്റ്, തിന്നുമാണ്.
ആൻഡ് വിത്ത് അബണ്ടന്റ് പ്ലാസ്മോഡെസ്മാറ്റ. പ്ലാസ്മോഡെസ്മാറ്റൽ കണക്ഷൻസ് നല്ലോണം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് അതേപോലെ പഠിക്കുക. പെക്യുലാരിറ്റീസ് ഓഫ് സെൽ സീൻ അറ്റ് മെരിസ്റ്റമാറ്റിക് ഫേസ് ഓഫ് ഗ്രോത്ത്. ഓക്കെ, ഫേസസ് ഓഫ് ഗ്രോത്ത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ഫേസ് ഓഫ് ഗ്രോത്ത് കാണിക്കുന്ന സെൽസിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ചോദിച്ച പോലെ അതിന്റെ പെക്യുലാരിറ്റീസ് എവിടെ കാണുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, ഇതെല്ലാം അതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് 11th one. A chromatographic separation of leaf pigments show that leaf consists 4 pigments. Write the name and color of each pigment. ഒന്നുമില്ല, പ്ലാന്റ്സിന്റെ ലീഫിൽ കാണുന്ന 4 പിഗ്മെന്റും അതിന്റെ പേരും അതുപോലെ തന്നെ അതിൽ കാണിക്കുന്ന കളറും. ഓക്കെ, നമുക്കറിയാം ഒന്നെന്താ ക്ലോറോഫിൽ എ, പിന്നെ ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കാരോട്ടിനോയിഡ്സ്. ഓക്കെ, ഇനി കളറും കൂടി അറിഞ്ഞാൽ മതി. ക്ലോറോഫിൽ എ ഏത് കളറാ? ബ്ലൂ ഗ്രീൻ ഇൻ കളർ. ഓക്കെ, ക്ലോറോഫിൽ ബിയും ഗ്രീൻ തന്നെയാണ്. എന്ത് ഗ്രീൻ? യെല്ലോ ഗ്രീൻ. ഓക്കെ, ക്ലോറോഫിൽ എ ഇസ് ബ്ലൂ ഗ്രീൻ, ക്ലോറോഫിൽ ബി ഇസ് യെല്ലോ ഗ്രീൻ. അടുത്തത് സാന്തോഫിൽ. സാന്തോഫിൽ എന്താ? വെറും യെല്ലോ. ഓക്കെ, കാരോട്ടിനോയിഡ്സ് എന്താ? യെല്ലോ അല്ലെങ്കിൽ യെല്ലോ ഓറഞ്ച്. ഓക്കെ, ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള യെല്ലോ കാരോട്ടിനോയിഡ്സ്. ഓക്കെ, അടന്ന് കട്ട് ചെയ്തോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12th one. The spread of living pteridophytes is limited and restricted to narrow geographical regions. Why? ഓക്കെ, നമ്മൾ പ്ലാന്റ് കിങ്ഡം പ്ലാന്റിൽ വരുന്ന ആൾക്കാരാണ് ആരെല്ലാം? ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. അതിൽ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രോത്ത് കുറച്ച് ഏരിയയിലേക്ക് മാത്രം റെസ്ട്രിക്ട് ചെയ്തിട്ടാണ് ഉള്ളത്. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ബിക്കോസ് ദേ ലിവ് ഇൻ കൂൾ ഡാം ഷേഡി പ്ലേസസ്. ഓക്കെ, അതങ്ങനെ എല്ലായിടത്തും കയറി വളരുന്ന പ്ലാന്റ്സ് അല്ല. ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നതിന് കൂൾ ആയിട്ടുള്ള നല്ല ഡാം ഷേഡി പ്ലേസസ് വേണം വളരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലായിടത്തും കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നാരോ ജിയോഗ്രഫിക്കൽ റീജിയൻസിൽ മാത്രം റെസ്ട്രിക്ട് ചെയ്ത് കാണപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെ ടെറിഡോഫൈറ്റ്സ്. ഓക്കെ, ഇതിനെന്ത് വേണം? ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ വാട്ടർ തന്നെ വേണം. സോ ടെറിഡോഫൈറ്റ്സ് അങ്ങനെ എല്ലായിടത്തും വളരില്ല. ദേ ആർ റെസ്ട്രിക്റ്റഡ് ടു നാരോ ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് നമുക്ക് പറയാം. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത 13th question. Characteristic features of dorsiventral leaf and isobilateral leaves are given below. Arrange them in the appropriate columns. Okay, നമുക്ക് dorsiventral leafന്റെയും isobilateral leavesന്റെയും characteristic features താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആദ്യം കൊടുത്തിട്ടുള്ളത് മീസോഫിൽ ഇസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ്. ഡിഫറൻഷിയേറ്റഡ് അല്ല, ആ പേരിൽ തന്നെ ഉണ്ട്. ഐസോബൈലാറ്ററൽ ലീവ്സ്. ഐസോ എന്ന് പറയുന്നത് എന്താ? സിമിലർ, അതായത് രണ്ട് സൈഡും ഒരുപോലെയുള്ള ലീവ്സ്, ഒരുപോലെയുള്ള അറേഞ്ച്മെന്റ് ഉള്ള ലീവ്സ് ആണ്. ഓക്കെ, സോ മീസോഫിൽ ഡിഫറൻഷിയേറ്റഡ് അല്ല എന്ന് പറയുമ്പോൾ അതേതായിരിക്കും? എല്ലായിടത്തും ഒരുപോലെയുള്ള ആൾക്കാരിൽ വരുന്ന ആളായിരുന്നു. ഓക്കെ, സോ ഐസോബൈലാറ്ററൽ ലീവ്സിന്റെ അടിയിലാണ് ആര് വരുന്നുള്ളത്? മീസോഫിൽ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് വരുന്നുള്ളത്. അപ്പൊ നേരെ തിരിച്ച് ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും വ്യത്യാസമുണ്ട്. ഒന്ന് ഡോർസൽ, ഒന്ന് വെൻട്രൽ സൈഡ്. സോ അതിൽ എന്തായിരിക്കും വരിക? മീസോഫിൽ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു എന്തെല്ലാം ലെയേഴ്സ്? മുകളിൽ പാലിസൈഡ്, താഴെ സ്പോഞ്ചി ലെയർ. ഓക്കെ, അപ്പൊ ഡോർസി വെൻട്രൽ ലീഫിന്റെ താഴെ മീസോഫിൽ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി ലെയേഴ്സ് എന്ന് വരും. ഐസോബൈലാറ്ററൽ ലീവ്സിന്റെ താഴെ എന്ത് വരും? മീസോഫിൽ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ്. ഇനി സ്റ്റൊമാറ്റാന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കുക. സ്റ്റൊമാറ്റ ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ ബോത്ത് സർഫസസ്. അത് ഏതിൽ തന്നെ വരും? നമ്മൾ ഐസോബൈലാറ്ററലിൽ വരും. ഓക്കെ, സ്റ്റൊമാറ്റ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, സിമിലർ ആണ് ഐസോ. സോ ഐസോബൈലാറ്ററലിൽ അത് വരും. സ്റ്റൊമാറ്റ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് മോർ അറ്റ് ദ അബാക്സിയൽ എപ്പിഡെർമിസ്. അത് ഏതിൽ വരും? നമ്മൾ ഡോർസി വെൻട്രൽ ലീഫിൽ വരും. ഓക്കെ, സ്റ്റൊമാറ്റ മോർ അറ്റ് ദ അബാക്സിയൽ എപ്പിഡെർമിസ്. ഡോർസി വെൻട്രൽ ലീഫിൽ എപ്പിഡെർമിസ് മുകളിലും താഴെയും കാണും. മുകളിൽ കാണുന്നതാണ് അഡാക്സിയൽ എപ്പിഡെർമിസ്, താഴെ കാണുന്നത് അബാക്സിയൽ എപ്പിഡെർമിസ്. ഇതിലെന്താ പറയുന്നത്? സ്റ്റൊമാറ്റ മോർ കാണുന്നത് എവിടെയാ? അബാക്സിയൽ എപ്പിഡെർമിസ്. സോ അത് ഏതിൽ വരും? നമ്മളെ ഡോർസി വെൻട്രൽ ലീഫിൽ വരും. ഓക്കെ, അപ്പൊ അതൊരു ടേബിളർ കോളായിട്ട് ഇങ്ങനെ ഇതുപോലെ കാണിച്ചു കൊടുക്കുക. ഡോർസി വെൻട്രൽ ലീഫിന്റെ താഴെ മീസോഫിൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. അതുപോലെ സ്റ്റൊമാറ്റോ ഡിസ്ട്രിബ്യൂട്ടഡ് മോർ അറ്റ് ദ അബാക്സിയൽ എപ്പിഡെർമിസ്. അതുപോലെ ഐസോബൈലാറ്ററലിന്റെ താഴെ ഡിഫറൻഷിയേറ്റഡ് അല്ല. അതുപോലെ സ്റ്റൊമാറ്റ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 14th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമ്മൾ പകുതിയോളം എത്തി. പകുതിയല്ല, പകുതി കഴിഞ്ഞു. ഓക്കെ, 14th ക്വസ്റ്റ്യനിൽ എ. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് മൈറ്റോകോൺട്രിയ ആൻഡ് ലേബൽ ദ പാർട്സ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. ഓക്കെ, ഒരു മൈറ്റോകോൺട്രിയന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അവിടെ അതിൽ എയും ബിയും മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എ എന്താ? എ ആണ് മെട്രിക്സ്. മെട്രിക്സിലേക്കല്ലേ അത് കൊടുത്തിട്ടുള്ളത് ആരോ. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താ? മെട്രിക്സ് ആണ് മൈറ്റോകോൺട്രിയന്റെ. ബി എന്ന് പറയുന്നത് എന്താ? ക്രിസ്റ്റ. ഓക്കെ, ആ പ്രൊജക്ഷൻസ് കാണുന്നുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട്, അതാണ് ക്രിസ്റ്റ. ക്രിസ്റ്റയിലേക്കാണ് ബി മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് സൂക്ഷിച്ച് മാർക്ക് ചെയ്തത് കറക്റ്റ് എങ്ങോട്ടാണെന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, എ എന്ന് പറഞ്ഞിട്ടുള്ളത് മെട്രിക്സിലേക്കാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് മൈറ്റോകോൺട്രിയ ഇൻ എ സെൽ? സെല്ലിൽ മൈറ്റോകോൺട്രിയന്റെ റോൾ എന്താ? എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരം. ദേ ആർ കോൾഡ് ദ പവർ ഹൗസ് ഓഫ് ദ
സെല്ലിന്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്ന ആൾക്കാരാണ് മൈറ്റോകോൺട്രിയ. എന്താ ഈ പവർ ഹൗസ് ചെയ്യുന്ന? എന്താ? എനർജി പ്രൊഡ്യൂസ് ചെയ്യും, സെല്ലുലാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് ഫോമിൽ? ATPന്റെ ഫോമിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്, റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വേർഡ് ആർക്കും മറന്നുമില്ല, പവർ ഹൗസ് ഓഫ് ദ സെൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15th one. According to chemiosmotic hypothesis, proton gradient formed in a membrane is required for the synthesis of ATP. കുറച്ചെങ്കിലും ഒരു ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറയാനുള്ളത് ആകെ ഇതേ ഉള്ളൂ. അതായത് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പറയുന്നത് സിന്തസിസ് ഓഫ് ATPക്ക് വേണ്ടിയിട്ട് വേണ്ട ഒരു സാധനമാണ് എന്ത്? പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോർമേഷൻ. ഓക്കെ, ഒരു മെംബ്രെയിനിൽ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവണം. എന്തിന്? ATP സിന്തസിസ് നടക്കണമെങ്കിൽ. റൈറ്റ് 2 reasons for the development of proton gradient in the thylakoid of chloroplast. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ തൈലക്കോയിഡ് ഉണ്ടല്ലോ, തൈലക്കോയിഡിന്റെ ഉള്ളിൽ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാവാൻ ഉള്ള ഏതെങ്കിലും ഒരു 2 കാരണം. ഓക്കെ, നമുക്ക് 2 അല്ല, ഇവിടെ 3 കാരണം നമുക്ക് പറയാം. ഒന്നെന്താ? വാട്ടറിന്റെ സ്പ്ലിറ്റിങ്, അതിനാണ് എന്ത് വിളിക്കുന്നത്? ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ. അത് കാരണം എന്തുണ്ടാവുന്നുണ്ട്? പ്രോട്ടോൺ ഗ്രേഡിയന്റ് കൂടും. അതായത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന H+ഉം OH- ഉണ്ടല്ലോ. ഓക്കെ, ഈ H+, പ്രോട്ടോൺ എന്ന് പറയുന്ന H+ ആണല്ലോ. ഇങ്ങനെ H+ കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോട്ടോൺ ഗ്രേഡിയന്റ് കൂടാം. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം എന്താ? ഡ്യൂറിങ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ത്രൂ ETS, protons are released from the stroma side to the thylakoid membrane. Suppose നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിൻ ഇങ്ങനെയാണ്, ഇവിടെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ഇത് നമ്മുടെ തൈലക്കോയിഡിന്റെ ഉൾഭാഗം, പിന്നെ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രോമ. ഓക്കെ, സെല്ലിന്റെ സ്ട്രോമ. അപ്പൊ ഈ സ്ട്രോമയിൽ റിലീസ്ഡ് ഫ്രം ദ സ്ട്രോമ ടു ദ തൈലക്കോയിഡ് ലൂമൻ. ഓക്കെ, ഈ സ്ട്രോമ എന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വഴി ഇലക്ട്രോൺ പോകുന്ന സമയത്ത് പ്രോട്ടോൺസ് സ്ട്രോമയെന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, തൈലക്കോയിഡിന്റെ ലൂമനിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പ്രോട്ടോണിന്റെ ഗ്രേഡിയന്റ് കൂടുമല്ലോ, അത് രണ്ടാമത്തെ കാരണം. മൂന്നാമത് എന്താ? ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് NADPH, NADPH പ്ലസ് H+. ഓക്കെ, ഇതിന്റെ പ്രൊഡക്ഷന് സമയത്ത് പ്രോട്ടോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഇടുന്ന സ്ട്രോമേന്നാണ് ഈ NADPH H+ എടുക്കുന്നത്. അതുകൊണ്ട് സ്ട്രോമയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. വിച്ച് മീൻസ് ഇൻഡയറക്ട്ലി സ്ട്രോമേനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ തൈലക്കോയിഡിന്റെ ലൂമന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടോൺ കൂടുന്നുണ്ട്. അപ്പൊ പ്രോട്ടോൺ ഗ്രേഡിയന്റ് കൂടും. ഓക്കെ, NADPH H+ എടുക്കുന്നത് സ്ട്രോമേന്നാണ്. അപ്പൊ സ്ട്രോമയിൽ കുറയുന്നുണ്ട്. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ തൈലക്കോയിഡ് ലൂമയിൽ ഇൻഡയറക്ട്ലി കൂടുന്നുണ്ട് എന്നും പറയാം. അപ്പൊ 3 കാരണമായി. ഓക്കെ, പ്രോട്ടോൺ ഗ്രേഡിയന്റ് തൈലക്കോയിഡിൽ ഉണ്ടാവാനുള്ള ഒന്നെങ്കിൽ ഫോട്ടോളിസിസ് വഴി H+ പ്രൊഡ്യൂസ് ആവാം, അല്ലെങ്കിൽ എന്താ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ സമയത്ത് പ്രോട്ടോൺസ് സ്ട്രോമേന്ന് തൈലക്കോയിഡ് ലൂമന്റെ ഉള്ളിലേക്ക് റിലീസ് ആവാം. ഈ ഫിഗറിൽ കാണിച്ച പോലെ H+ ഉള്ളിലേക്ക് വരാം, H+. അതുപോലെ മൂന്നാമത്തെ എന്താ? NADPH + H+. ആ പ്രൊഡക്ഷന്റെ സമയത്ത് ഈ പ്രോട്ടോൺ ഇടുന്ന അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് സ്ട്രോമേന്നാണ്. അപ്പൊ ഇൻഡയറക്ട്ലി അത് എന്ത് ചെയ്യുന്നുണ്ട്? തൈലക്കോയിഡിന്റെ ഉള്ളിലുള്ള പ്രോട്ടോൺസിനെ കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇതും സിമ്പിൾ ആണ്. ഈ 3 പോയിന്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 പോയിന്റ്സ് പഠിക്കണം. ഇനി 16th one. ഓക്കെ, 16th one നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്? എന്താ റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റെസ്പിറേഷൻ കൂടും. ഏത് സമയത്ത്? ഒരു ഫ്രൂട്ട് റൈപ്പൻ ചെയ്യുന്ന സമയത്ത്, ഡ്യൂറിങ് ഫ്രൂട്ട് റൈപ്പനിങ് നമ്മളെ റെസ്പിറേഷന്റെ റേറ്റ് കൂടുന്നുണ്ട്. അതിനെയാണ് എന്ത്? റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ഈ ഫ്രൂട്ട് റൈപ്പനിങ് സമയത്ത് റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നതിനെയാണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്ന് വിളിക്കുന്നത്. വിച്ച് പ്ലാന്റ് ഹോർമോൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? ഏത് പ്ലാന്റ് ഹോർമോൺ ആ ചെയ്യുന്നത്? എത്തിലിൻ. നമുക്കറിയാലോ, എത്തിലിൻ ആണ് എന്ത്? ഇതിന് കാരണം. ഓക്കെ, നേരത്തെ ഓക്സിന്റെ ഒരു ഫംഗ്ഷനും കൂടി പറഞ്ഞിട്ടുണ്ട്, അത് ഓർക്കുക എല്ലാവരും. ഓക്സിൻ എന്താ ചെയ്യുന്നത്? കട്ട് ചെയ്യണോ? ഓക്സിൻ എന്താ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ഓക്സിന്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്സിൻ എന്താ ചെയ്യുന്നത്? എപ്പിക്കൽ ഡോമിനൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എപ്പിക്കൽ ഡോമിനൻസ് ഉണ്ടാക്കും. ഓക്കെ, എത്തിലിന്റെ ആക്ഷനും കൂടി ഇതിൽ നിന്ന് കിട്ടി. എന്താ? റെസ്പിറേറ്ററി ക്ലൈമാറ്റിക്. ഓക്കെ, 70th question. It is better to consider the respiratory pathway as an amphibolic pathway rather than as a catabolic pathway. Why? Okay, നമുക്ക് ഇവിടെ താഴെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു അതായത് ഒരു നമുക്ക് പാത്വേ കൊടുത്തിട്ടുണ്ട്, റെസ്പിറേറ്ററി പാത്വേ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കാറ്റബോളിക് പാത്വേക്ക് പകരം നമുക്ക് ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കുന്നതാണ് നല്ലത്, അങ്ങനെ കൺസിഡർ ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. കാരണം കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രേക്ക് ഡൗൺ. ഓക്കെ, നോർമലി ബ്രേക്ക് ഡൗൺ നടക്കുന്ന പാത്വേക്കാണ് നമ്മൾ കാറ്റബോളിക് പാത്വേ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ബ്രേക്ക് ഡൗൺ മാത്രമല്ല, ഇതിന്റെ കുറെ എന്താ
കുറെ ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ കുറെ സബ്സ്ട്രേറ്റ്സ്, ഈ റെസ്പിറേറ്ററി പാത്വേയിലുള്ള കുറെ സബ്സ്ട്രേറ്റ്സ് എന്തും കൂടി ചെയ്യുന്നുണ്ട്, വേറെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ അതെന്തും കൂടി ചെയ്യുന്നുണ്ട്, അനബോളിസം കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, സം റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് ഓൾസോ ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് അതർ സബ്സ്റ്റൻസസ്. ഓക്കെ, അതുകൊണ്ട് അത് അനാബോളിസം കൂടി ചെയ്യുന്നതുകൊണ്ട് രണ്ടും ചെയ്യുന്നുണ്ട്. ഓക്കെ, കാറ്റബോളിസവും നടക്കുന്നുണ്ട് താഴേക്ക് സ്റ്റെപ്സിൽ, ചില സബ്സ്ട്രേറ്റ്സ് വേറെ ചില സാധനങ്ങൾ ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കാറ്റബോളിസവും ഉണ്ട്, അനബോളിസവും ഉണ്ട്. സോ ഇതിനെ എന്തെന്ന് കൂടി വിളിക്കാം, ആംഫിബോളിസം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കാം. ഓക്കെ, ആൻസർ ഇങ്ങനെ എഴുതാം. റെസ്പിറേഷൻ ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് മോളിക്യൂൾസ്, സോ ഇറ്റ് ഈസ് എ കാറ്റബോളിക് റിയാക്ഷൻ. റെസ്പിറേഷൻ എന്ന് പറയുന്ന ബ്രേക്ക് ഡൗൺ ആണ്, അതുകൊണ്ട് അത് കാറ്റബോളിസം തന്നെയാണ്. However, different substrates involved in the respiratory pathway are also involved in anabolic pathway. ഇതിലുള്ള കുറെ റെസ്പിറേറ്ററി സബ്സ്റ്റൻസ് വേറെ അനബോളിക് പാത്വേയിലും കൂടി ഇൻവോൾവ് ആണ്, അതുകൊണ്ട് ഇതിനെ ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കാം. സിമ്പിൾ അല്ലേ? ഇതിലൊരു ബി ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതായത് ഈ ആംഫിബോളിക് പാത്വേനെ ഒബ്സർവ് ചെയ്തിട്ട് റൈറ്റ് ദ നെയിം ഓഫ് കോമ്പൗണ്ട്സ് മാർക്ക്ഡ് ആസ് എ, ബി, സി ആൻഡ് ഡി. ഓക്കെ, എന്റെ താഴെ എന്താ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിട്ടുന്നുള്ളത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എ എന്തായിരിക്കും? ഫാറ്റ് ആയിരിക്കും അല്ലെ? ബിന്റെ താഴെ സിമ്പിൾ ഷുഗേഴ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ബി എന്താ? കാർബോഹൈഡ്രേറ്റ്സ്. ഇനി സി ബ്രേക്ക് ഡൗൺ ആയിട്ട് നമുക്ക് അമിനോ ആസിഡ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം സി എന്തായിരിക്കും? പ്രോട്ടീൻസ് ആയിരിക്കും. ഇനി ഡി എന്താ? നോക്ക്, അതായത് ഈ പാത്വേന്റെ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് എൻ പ്രൊഡക്റ്റ് ആണ് ഡി. അതായത് ഡി കഴിഞ്ഞിട്ട് പിന്നെ അത് നെക്സ്റ്റ് ഏത് പാത്വേയിലേക്കാണ് പോകുന്നത്? അസറ്റൈൽ കോയ ആയിട്ട് ക്രബ് സൈക്കിളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഡി ഏതായിരിക്കും? പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ്. ഓക്കെ, പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ആണ് ഏത്? ഡി ഓപ്ഷൻ. സിമ്പിൾ അല്ലേ? സോ 18 ക്വസ്റ്റ്യനിലേക്ക് പോവാം. തീരാറായി, ബോട്ടണി കഴിയാറായി. 18th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ ഫ്ലോറൽ ഡയഗ്രാം ഓഫ് സോളനേസിയെ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോളനേസിയന്റെ ഒരു ഫ്ലോറൽ ഡയഗ്രാം ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഐഡന്റിഫൈ ദ എസ്റ്റിവേഷൻ. എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെറ്റൽസ് അല്ലെങ്കിൽ സെപ്പൽസ് എങ്ങനെയാണ് ഫ്ലോറൽ ബഡിന് ചുറ്റും അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആ അറേഞ്ച്മെന്റ് ആണ് എന്ത്? എസ്റ്റിവേഷൻ. ഓക്കെ, വാൽവേറ്റ് ഉണ്ട്, ട്വിസ്റ്റഡ് ഉണ്ട്, ഇംബ്രിക്കേറ്റ് ഉണ്ട്, വെക്സിലറി ഉണ്ട്. ഇതിലേതാ കൊടുത്തിട്ടുള്ളത്? കറക്റ്റ് പെറ്റൽസും ഒന്നിന്റെയും മേലെ വരാണ്ട് കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ടാണുള്ളത്. അത് ഏത് അറേഞ്ച്മെന്റാ? അറിയാം, വാൽവേറ്റ് എസ്റ്റിവേഷൻ അല്ലെ? വാൽവേറ്റിനെയാണ് ആ അറേഞ്ച്മെന്റ് വിളിക്കുന്നത്. ഇനി അടുത്തത്, ഇൻ ദിസ് ഡയഗ്രാം പെറ്റൽസ് ആർ സീൻ അറ്റാച്ച്ഡ് ടു ദ സ്റ്റേമെൻസ്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് കണ്ടീഷൻ. പെറ്റൽസിന്റെ മേലെ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റേമെൻസ് ഉണ്ട്. അപ്പം എപ്പിപെറ്റാലസ് അല്ലെ? എപ്പിപെറ്റാലസ്. ഇനി അഥവാ ടെപ്പലായിരുന്നെങ്കിൽ, ടെപ്പലിന്റെ മേലായിരുന്നെങ്കിൽ എപ്പിടെപ്പാലസ്. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് ഗൈനീഷ്യം. ഗൈനീഷ്യത്തിന്റെ ഏതെങ്കിലും 2 ഫീച്ചർ ആണ്. നോക്കിക്കോ, ഇവിടെ ഗൈനീഷ്യം കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ് അല്ലെ? ഫ്യൂസ്ഡ് ആയിട്ടുള്ള കാർപ്പൽസ് ആണ് കാണുന്നത്, അതുകൊണ്ട് സിങ്ക് കാർപ്പസ് എന്ന് വിളിച്ചൂടെ? അതുപോലെ തന്നെ ബൈകാർപ്പലറി ആണ് അല്ലെ? 2 ഡിവിഷൻ ഉണ്ട്, ബൈകാർപ്പലറി ആണ്. പിന്നെന്താ? ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്, ആക്സിസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ആക്സൈൽ പ്ലാസന്റേഷൻ. ഓക്കെ, ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് ഏതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 19th ക്വസ്റ്റ്യൻ, എ, റൈറ്റ് ദ നെയിം ഓഫ് സബ്സ്റ്റേജ് ഓഫ് പ്രോഫേസ് 1 ഇൻ വിച്ച് ദ ഫോളോയിങ് ഇവന്റ് ടേക്സ് പ്ലേസ്. ഓക്കെ, ഏത് പ്രോഫേസ് 1 ഏത് സബ്സ്റ്റേജിലാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത് നടക്കുന്നത്? ഒന്നാമത് സിനാപ്സിസ്. നമുക്കറിയാം സിനാപ്സിസ് നടക്കുന്നത് ഏതിലാ? ഓക്കെ, പ്രോഫേസിന്റെ ഏതൊക്കെ സ്റ്റേജ് ഉണ്ടെന്ന് ആദ്യം നമുക്കൊന്ന് പറയാം. പ്രോഫേസിന് എന്തെല്ലാം ഉണ്ട്? അവിടെ ഒന്ന് കട്ട് ചെയ്യണം. ഓക്കെ, പ്രോഫേസിന് ഏതെല്ലാം സ്റ്റേജ് ഉണ്ട്? പ്രോഫേസിന് ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, ഡിപ്ലോട്ടീൻ, ഓക്കെ, പ്രോഫേസ് 1 അപ്പൊ ഏതെല്ലാം സ്റ്റേജസ് ഉണ്ട്? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കീറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ് അല്ലെ? അപ്പൊ സിനാപ്സിസ് എന്ന് പറയുന്ന പ്രോസസ് ഏതിലാണ് നടക്കുന്നുള്ളത്? സൈഗോട്ടീൻ എന്ന് പറയുന്ന 2ാമത്തെ സ്റ്റേജിലാണ് എന്ത് നടക്കുന്നുള്ളത്? സിനാപ്സിസ് നടക്കുന്നുള്ളത്. അതായത് നമ്മുടെ ഹോമോലോഗസ് ക്രോമസോംസിന്റെ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഇസ് കോൾഡ് സിനാപ്സിസ്. അതാണ് എന്ത്? സൈഗോട്ടീൻ സ്റ്റേജിൽ നടക്കുന്നത്. പിന്നെ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മാറ്റ, അത് അവസാനത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഡയാകൈനസിസിലാണ് എന്ത് നടക്കുന്നുള്ളത്? കയാസ്മാറ്റ ഫോർമേഷൻ എന്താ? എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് എന്ത്? കയാസ്മാറ്റ എന്ന് പറയുന്നത്. അതിന്റെ ടെർമിനലൈസേഷൻ ആണ് നമ്മുടെ ഡയാകൈനസിസ് എന്ന് പറയുന്ന സ്റ്റേജിൽ നടക്കുന്നത്. ഓക്കെ, നെയിം ദ എൻസൈം. എൻസൈമിന്റെ പേര് ദാറ്റ് കാറ്റലൈസ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവറിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആരാ? റീകോംബിനേസ് എൻസൈം. ഓക്കെ, ക്രോസിംഗ് ഓവർ റീകോംബിനേസ് എൻസൈം. ഓക്കെ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോസിംഗ് ഓവർ? ക്രോസിംഗ് ഓവറിന്റെ സിഗ്നിഫിക്കൻസ് എന്താ?
ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നതുകൊണ്ടാണ് നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആകുന്നത്. ഓക്കെ, അതായത് ഇറ്റ് ലീഡ്സ് ടു റീകോമ്പിനേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. നല്ലൊരു വേർഡ് പറഞ്ഞാൽ എക്സ്ചേഞ്ച് എന്ന് വേണ്ട, റീകോമ്പിനേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയലിന് കാരണമാവും. ഏതാ? ക്രോസിംഗ് ഓവർ. ഓക്കെ, ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്റ്റേജ് ഏതാ? പാക്കിറ്റീൻ. പാക്കിറ്റീനിലാണ് നമ്മളെ ബൈവാലന്റ് ടെട്രാഡ് ആയിട്ട് കാണാൻ തുടങ്ങുന്ന സ്റ്റേജ്. ഓക്കെ, അടുത്ത 20th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബോട്ടണിയിലെ. റൈറ്റ് 3 ഡിഫറൻസസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഓക്കെ, സൈക്ലിക്കും നോൺ സൈക്ലിക്കും തമ്മിലുള്ള ഏതെങ്കിലും ഒരു 3 ഡിഫറൻസസ് ഏതൊക്കെ പറയാമോ? ഒന്ന് എന്താ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്, ഒന്ന് ഫോട്ടോ സിസ്റ്റം, ഒറ്റൊരു ഫോട്ടോ സിസ്റ്റം മാത്രമേ നമ്മളെ സൈക്ലിക്കിലുള്ളൂ. വേറാസ് നോൺ സൈക്ലിക്കിൽ ഫോട്ടോ സിസ്റ്റം 1ഉം വേണം 2ഉം വേണം, 2 ഫോട്ടോ സിസ്റ്റവും ഇൻവോൾവ് ആണ്. പിന്നെ വേറൊരു ഡിഫറൻസ് നമുക്ക് ആ ഫിഗർ നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റുന്ന ഒന്ന്, ATP മാത്രമേ നമ്മളെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ പ്രൊഡ്യൂസ് ആവുന്നുള്ളൂ. വേറാസ് ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏതില്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഓക്കെ, അപ്പൊ 2 ഡിഫറൻസസ് ആയി. ഇനി എന്താ ആ പേരിൽ തന്നെ നോക്കാം. ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൈക്ലിക്കിൽ എങ്ങനെയായിരിക്കും? ഇൻ എ സൈക്ലിക് മാനറിലായിരിക്കും ഇലക്ട്രോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ പേര്. പിന്നെ നോൺ സൈക്ലിക്കിലാണെങ്കിൽ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ എ നോൺ സൈക്ലിക് മാനർ. ഓക്കെ, അപ്പൊ 3 ഡിഫറൻസ് ആയി. അല്ലെങ്കിൽ വേറെയും കുറെ പറയാം. അതായത് ഓക്സിജൻ ലിബറേറ്റ് ആവുന്നില്ല ഏതിൽ? നമ്മളെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ. വേറാസ് നമ്മളെ നോൺ സൈക്ലിക്കിൽ ഓക്സിജനെ പുറത്തേക്ക് വിടുന്നുണ്ട്, ഓക്സിജൻ ഈസ് ലിബറേറ്റഡ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ബോട്ടണിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ ആണ്. ഒന്നേ കൺഫ്യൂസിംഗ് അല്ല, അതും കുറച്ചെങ്കിലും പോയിന്റ്സ് എഴുതാനുണ്ടായ ഒരു ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ്. അതും എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് സോളജി നോക്കാം. ബോട്ടണിനെക്കാട്ടിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോളജിയിൽ ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് 1 വേർഡ് ഫോർ ദ ഫോളോയിങ്. ഓക്കെ, ആദ്യം ചോദിച്ചിട്ടുള്ളത് റെഡ് കളേർഡ് ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെന്റ് ഇൻ മസിൽ. മസിലിൽ കാണുന്ന റെഡ് കളേർഡ് ആയിട്ടുള്ള ഓക്സിജൻ സ്റ്റോറിംഗ് പിഗ്മെന്റ് ഏതാ? മയോഗ്ലോബിൻ അല്ലേ? നമുക്കറിയാം മയോഗ്ലോബിൻ ആണ് എന്ത്? റെഡ് കളേർഡ് ആയിട്ടുള്ള നമ്മളെ മസിലിൽ കാണുന്ന എന്താ ഓക്സിജൻ സ്റ്റോറിംഗ് ആയിട്ടുള്ള പിഗ്മെന്റിന്റെ പേര് മയോഗ്ലോബിൻ. ബി, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്. അത് നമുക്ക് ആ പേര് തന്നെ, ഏത് ഇൻഫ്ലമേഷൻ ആണെങ്കിലും ആ വേർഡ് എന്ത് ചെയ്യും? ITIS എൻഡ് ചെയ്യും, ITIS എൻഡ് ചെയ്യും. ഓക്കെ, ഇനി ജോയിന്റ്സിന്റെ ഇൻഫ്ലമേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ? ആർത്രൈറ്റിസ്. ഓക്കെ, ആർത്രൈറ്റിസ് ആണ് എന്ത്? ജോയിന്റിന്റെ ഇൻഫ്ലമേഷൻ. ഏത് ഇൻഫ്ലമേഷൻ ആണെങ്കിലും ലാസ്റ്റ് ITIS ഉണ്ടാവും. ഇനിയൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതുപോലത്തെ, അപ്പൊ പറയാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈം ഈസ് കോൾഡ്. ഓക്കെ, എൻസൈമിന് ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ? അപ്പോ എൻസൈം. ഓക്കെ, അപ്പോ എൻസൈം ഇതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പോ എൻസൈം ആണ് പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻസൈമിന്റെ പേര്, അപ്പോ എൻസൈം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, an endocrine organ that degenerate with age. ഏജിനനുസരിച്ചിട്ട് ഡീജനറേറ്റ് ചെയ്യുന്ന ഒരൊറ്റ ഓർഗനേ ഉള്ളൂ. എന്താ അതിന്റെ പേരെന്താ? തൈമസ്. തൈമസ് ഓർഗൻ ആണ് എന്ത് ചെയ്യുന്നത്? ഏജിനനുസരിച്ച് ചെറുതായി ലാസ്റ്റ് ഇല്ലാണ്ടാകുന്ന ഓർഗനാണ്, ഡീജനറേറ്റ് ചെയ്യുന്ന ഓർഗനാണ്, എൻഡോക്രൈൻ ഓർഗൻ ആണ് ഇത് തൈമസ് എന്ന് പറയുന്നത്. നാലാമത്തത്, സെലക്ട് ദ ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ്. അല്ലെ, സയന്റിഫിക് നെയിമിൽ 2 എണ്ണം ഉണ്ടാവും. ഒന്നെന്താ? ജനറിക് നെയിമും ഉണ്ട്, പിന്നൊന്ന് സ്പെസിഫിക് എപ്പിത്തറ്റും ഉണ്ട്. അപ്പൊ ഇതിൽ 2 ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് റൈറ്റ് ദ സയന്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ. ഓക്കെ, ഏതാ? ഇതിൽ മാൻജിഫറ കൊടുത്തിട്ടുണ്ട്, മസ്ക കൊടുത്തിട്ടുണ്ട്. ഏതാ നമ്മളെ ഹൗസ് ഫ്ലൈക്കുള്ളത്? ഏതാ സയന്റിഫിക് നെയിം? ജനറിക് നെയിം ആയിട്ടുള്ള മസ്കയും അതുപോലെ തന്നെ സ്പെസിഫിക് എപ്പിത്തറ്റ് ആയിട്ടുള്ള ഡൊമസ്റ്റിക്ക. ഓക്കെ, മസ്ക ഡൊമസ്റ്റിക്കയാണ് എന്ത്? നമ്മളെ ഹൗസ് ഫ്ലൈക്കുള്ള സയന്റിഫിക് നെയിം. ഓക്കെ, അപ്പൊ മറ്റേത് ഏതാ? മാൻജിഫറാവും ഇൻഡിക്ക ഉണ്ട്. മാൻജിഫറ ഇൻഡിക്ക അത് ഏതാ? മാംഗോ അല്ലെ? എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, മാംഗോ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5th, കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ നമുക്കൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, H2CO3 ആയി മാറുന്നത്. നെയിം ദ എൻസൈം വിച്ച് കാറ്റലൈസ് ദിസ് റിയാക്ഷൻ. ഏതാ എൻസൈമിന്റെ പേരെന്താ? ഒരു കാർബൺ ഡയോക്സൈഡ് അല്ലേ, കാർബൺ വെച്ച് തുടങ്ങുന്ന ഒരു എൻസൈം, കാർബോണിക് എൻഹൈഡ്രേസ്. ഓക്കെ, കാർബോണിക് എൻഹൈഡ്രേസ് ആണ് എന്ത്? എൻസൈമിന്റെ പേര്. ഓക്കെ, അതാണ് 1 വേർഡ് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത 6th, ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഏതിന്റെ ഡയഗ്രാം? ECGന്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡസ് P ആൻഡ് T വേവ് ഡിനോട്ട്? P വേവും T നോട്ട് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? P വേവും എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? P വേവ് എന്താ? P വേവ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? നമ്മളെ ഏട്രിയാന്റെ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഏട്രിയ ഓർ ഓറിക്കിളിന്റെ കൺട്രാക്ഷൻ അല്ലെ? ആദ്യത്തെ സിസ്റ്റോൾ ഏട്രിയൽ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഡീപോളറൈസേഷനെയാണ് എന്ത് ഡിനോട്ട് ചെയ്യുന്നത്? P വേവ്. അല്ലെങ്കിൽ അതിന്റെ എക്സൈറ്റേഷൻ, ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് ഏട്രിയ എന്ന് പറയാം, അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ എന്ന് പറയാം, അല്ലെങ്കിൽ ഓറിക്കുലാർ കൺട്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, P വേവ് ഈ 3നെയാണ് ഡിനോട്ട് ചെയ്തത്. ഇനി T വേവ് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്?
അതായത് റിലാക്സേഷൻ, നമ്മളെ വെൻട്രിക്കിൾ കോൺട്രാക്ഷൻ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യുന്ന ഫേസ് ആണ് ഏത്, നമ്മളെ ടി വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വെൻട്രിക്കുലാർ റിലാക്സേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ഓക്കെ, ഡി അല്ല, റീപോളറൈസേഷൻ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, വെൻട്രിക്കിൾ റിട്ടേൺ ഫ്രം ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റ്. ഓക്കെ, റിട്ടേൺ ഓഫ് വെൻട്രിക്കിൾ ഫ്രം എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റ് അങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ ടി വേവ് ഇസ് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ഇനി ബി ക്വസ്റ്റ്യൻ, മെൻഷൻ എനി ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഇ സി ജി. എന്താ ഈ ഇ സി ജിക്ക് ക്ലിനിക്കലി എന്ത് സിഗ്നിഫിക്കൻസ് ആണ് ഉണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇ സി ജി എന്ന് പറയുന്ന ഒരു പി ക്യു ആർ എസ് ടി എന്ന് പറയുന്ന ഈ വേവിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, എനി ഡീവിയേഷൻ ഇൻഡിക്കേറ്റ്സ് ആൻ അബ്നോർമാലിറ്റി ഇൻ ദ ഹാർട്ട്. ഈ ഇ സി ജി നോർമൽ ഇ സി ജി വേവ് ആണ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ ഹാർട്ടിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ട് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്ലിനിക്കലി ഇമ്പോർട്ടൻറ്റ്. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്തെന്ന് വെച്ചാൽ എനി ഡീവിയേഷൻ ഇൻഡിക്കേറ്റ്സ് ആൻ അബ്നോർമാലിറ്റി ഇൻ ദ ഹാർട്ട്. ഓക്കെ, 7th question. Observe the relationship between the first pair of word and write a suitable word for the second word pair. ബോട്ടണിയിൽ ചോദിച്ച പോലത്തെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ. ആദ്യമുള്ള റിലേഷൻ നോക്കിയിട്ട് താഴ്ത്തത് എഴുതാം. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എ, ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ, അതായത് ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കോഗോൺ തന്നിന്. അപ്പൊ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ ഏതാണെന്നാണ് താഴെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നേരെ നമുക്ക് ചിന്തിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഗ്ലൂക്കോഗോണിന്റെ ഓപ്പോസിറ്റ് പണിയുള്ള ഒരാൾ ഇൻസുലിൻ. ഓക്കെ, ഹൈപ്പോഗ്ലൈസീമിക് ആണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഒരു ഹോർമോണാണ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഹൈപ്പോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഡോർഫിസം എന്ന് തന്നിട്ടുണ്ട്. ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇവിടെ കൊണ്ടുപോയിട്ട് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ കാണുമ്പോൾ കുറെ ആൾക്കാർ അക്രോമെഗാലി എന്ന് പോയിട്ട് എഴുതും. കാരണം ഇത് അക്രോമെഗാലി അല്ല എന്ന് പറയാൻ കാരണം, ഇവിടെ നോക്ക്, മുകളിലുള്ള റിലേഷൻഷിപ്പ് അനുസരിച്ചാണ് താഴെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. മുകളിൽ ഡോർഫിസം എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ, ഹൈപ്പോ സെക്രീഷൻ. അഡൾട്ടിന് ശേഷം ഹൈപ്പർ സെക്രീഷൻ ആണെങ്കിലേ നമുക്ക് അക്രോമെഗാലി എന്ന് പറയാൻ പറ്റൂ. അഡൾട്ട് ആവുന്നതിന് മുമ്പുള്ള ചെറുതിലേ ഉള്ള ഹൈപ്പർ സെക്രീഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കാരണം ഹൈപ്പോ സെക്രീഷനും അതുപോലെ ചെറുതിലേ ആണെങ്കിലാണ് ഡോർഫിസം. അപ്പൊ ചെറുതിലേ ഉള്ള ഹൈപ്പർ സെക്രീഷൻ ഏതാ, ജൈജാൻഡിസം. ഓക്കെ, അക്രോമെഗാലി അല്ല. അഡൾട്ട് ആയിട്ടുള്ളതിന് ശേഷം മാത്രമേ അക്രോമെഗാലി വരുള്ളൂ. ഇതെന്താ, ജൈജാൻഡിസം, ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. സിമ്പിൾ അല്ലേ? ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ സെൽ. എന്താ ഈ ഫിഗർ കാണുമ്പോൾ നമുക്കറിയാം ഇതെന്താ, നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് ആണ് എന്ത് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ബി, മെൻഷൻ എനി 2 ഫംഗ്ഷൻ. ഈ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഈ നിഡോസൈറ്റ് ഇതിന്റെ ഫംഗ്ഷൻ എന്താ, ഒന്നെങ്കിൽ ഇത് ആങ്കറേജിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫെൻസിനുള്ള ഒരു ഓർഗൻ ആണ്, ഓർ എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യും, ക്യാപ്ചർ ഓഫ് പ്രേ. ഓക്കെ, ഒന്ന് ആങ്കറേജ്, അതിന് സ്റ്റെബിലിറ്റി, ആങ്കർ ചെയ്ത് നിൽക്കാനുള്ള ഒരു ഓർഗൻ ആണ്, ഡിഫെൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്യാപ്ചർ ഓഫ് പ്രേ. ഓക്കെ, ഇരേനെ പിടിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു 2 ഫംഗ്ഷൻസ് ചെയ്താൽ. 9ാമത്തെ ക്വസ്റ്റ്യൻ, co-factors are essential for enzyme activity. Name any 2 co-factors. ഓക്കെ, co-factors ഏതെങ്കിലും ഒരു എൻസൈം ആക്ടിവിറ്റിക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട ആൾക്കാരാണ് ഈ co-factors, നമുക്കറിയാം. അപ്പൊ ഏതെങ്കിലും ഒരു 2 co-factorsന്റെ പേര് എന്തൊക്കെയുണ്ട്, കോ എൻസൈം ഉണ്ട്, പിന്നെ എന്താ ഓർത്തോക്കാൻ എളുപ്പമായിട്ട് കോ എൻസൈം ഉണ്ട്, പിന്നെ മെറ്റൽ അയൺസ് ഉണ്ട്, പിന്നെ എന്തും കൂടി ഉണ്ട്. ഇനി അഥവാ 3 ചോദിച്ചാലോ, പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടും ഉണ്ട്. ഓക്കെ, 3 ഏതൊക്കെയാ, പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, കോ എൻസൈം ഉണ്ട്, മെറ്റൽ അയൺസ് ഉണ്ട്. ഓക്കെ, ഇത് 3 എന്ത്, കോ ഫാക്ടേഴ്സ്. ഇതിന്റെ ആവശ്യം എന്താ, എൻസൈമിന്റെ ആക്ടിവിറ്റിക്ക് ഇത് 3 അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ വാട്ട് ഹാപ്പൻസ്, ബി ക്വസ്റ്റ്യൻ അതാണ്, വാട്ട് ഹാപ്പൻസ് ടു ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ദ എൻസൈം വെൻ കോഫാക്ടർ ഇസ് റിമൂവ്ഡ് ഫ്രം ഇറ്റ്. ഈ കോഫാക്ടർ എപ്പോഴും എൻസൈമിന്റെ കൂടെ ആയിരിക്കും കാണുന്നത്. ഈ കോഫാക്ടേഴ്സിനെ എടുത്ത് മാറ്റിയാൽ എന്ത് സംഭവിക്കും, എൻസൈമിന് എന്ത് സംഭവിക്കും, ഇതിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റിക്ക് അത്യാവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ലോസ് ആവും. ഓക്കെ, എൻസൈമിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റിക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഈ കോഫാക്ടേഴ്സിനെ എൻസൈമിൽ നിന്ന് മാറ്റിയാൽ ഈ എൻസൈമിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ലോസ് ആവും. ഓക്കെ, ആക്ടിവിറ്റി ഈസ് ലോസ്റ്റ്. അതായത് എൻസൈം എന്തായി മാറും, ഇനാക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, എൻസൈം ബിക്കം ഇനാക്റ്റീവ് അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ. ഓക്കെ, സിമ്പിൾ. അപ്പൊ ഇനി പറയാൻ പോകുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കോളം എ, കോളം ബി കൊടുത്തിട്ടുണ്ട്. എന്താ കോളം എയിൽ എന്തൊക്കെയാ കൊടുത്തിട്ടുള്ളത്, പ്ലാറ്റി ഹെൽമിന്തസ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് ആരാ ഉള്ളത് ഇതില്, ഫ്ലെയിം സെൽസ് ഉണ്ട് അല്ലെ. ഫ്ലെയിം സെൽസ് ആണ് പ്ലാറ്റി ഹെൽമിന്തസ് ആയിട്ട് മാച്ച് ചെയ്യുന്നുള്ളത്. ഇനി അനലിഡാന്റെ ഒരു ഓർഗൻ ആണ് എന്ത്, നെഫ്രീഡിയ എന്ന് പറയുന്ന ഒരു റീനൽ ഓർഗൻ ഉണ്ട് ആർക്ക്, അനലിഡക്ക്. ഇനി ആർത്രോപോഡയ്ക്ക് എന്താ ഉള്ളത്,
മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ഉണ്ട്. ഓക്കെ, മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. അടുത്തത് മൊള്ളസ്ക. മൊള്ളസ്കയിൽ വരുന്ന ആളാണ് ആര്? നമ്മുടെ ഗിൽസ് ഉണ്ടല്ലോ മൊള്ളസ്കക്ക്. ഓക്കെ, അപ്പൊ പ്ലാറ്റി ഹെൽമിന്തസ് ഫ്ലെയിം സെൽസ് ആണ്. അനലീഡൊക്കെ വരുന്നത് ആരാ? നെഫ്രീഡിയ. ആർത്രോപോഡൊക്കെ ആരുണ്ട്? മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ഉണ്ട്. മൊള്ളസ്കക്ക് ഗിൽസ് ഉണ്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ 11th ക്വസ്റ്റ്യൻ എ, ഐഡന്റിഫൈ ദ ഡയഗ്രാം. ഇത് എന്തിന്റെ ഡയഗ്രാം ആയി കൊടുത്തിട്ടുള്ളത്? ഓക്കെ, നമുക്കറിയാം ക്ലോയാക്ക എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രോഗിന്റെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് കാണിച്ചിട്ടുള്ളത്. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ഫ്രോഗ്. ഓക്കെ, ഇനി ലേബൽ ദ പാർട്സ് മാർക്കഡ് ആസ് എ ആൻഡ് ബി. ഈ എയും ബിയും എന്താണെന്ന് പറയണം. എ എന്താ? ഓവിഡക്റ്റ്. ഓക്കെ, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെന്ന് മനസ്സിലായി. ഫ്രോഗിന്റെ ആണ്. ബി എന്താ? ഓവറി. ഓക്കെ, എ ഓവിഡക്റ്റ് ആണ്, ബി ഈസ് ഓവറി. സിമ്പിൾ അല്ലേ അത്? ഓക്കെ, ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയണം NCERT-യിലുള്ള ഫിഗർ ആണ്. ഫ്രോഗിന്റെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഫോട്ടോ ആണ് ആ കൊടുത്തിട്ടുള്ളത്. അടുത്തത് 12th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് ദ ഹിൻസ് ഗിവൺ. ഓക്കെ, കുറെ എൻസൈംസിന്റെ പേര് കുറച്ച് ഹിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ ഒന്ന് അതിൽ നിന്ന് എടുത്തിട്ട് ഫില്ല് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എ ക്വസ്റ്റ്യൻ എന്താ? ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ ബിറ്റ്വീൻ 2 സബ്സ്ട്രേറ്റ്സ്. ഓക്കെ, 2 സബ്സ്ട്രേറ്റ്സിന് ഇടയിൽ ഓക്സിഡോ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ റിയാക്ഷൻ ആണ് കാറ്റലൈസ് ചെയ്യുന്നുള്ളത്. ഓക്സിഡോ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നെങ്കിൽ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഓക്സിജനെ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് 2 സബ്സ്ട്രേറ്റ്സിന്റെ ഇടയിൽ ഇത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഓക്സിജന് ഏതായിരിക്കാം? ഓക്സിഡോ റിഡക്ഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്, ഓക്സിഡോ റിഡക്ടേസസ് എൻസൈം. ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് ഉത്തരം എന്നുള്ളത്. ഓക്സിഡോ റിഡക്ടേസസ് എൻസൈം. ഇനി ബി, കാറ്റലൈസസ് ദ ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് അതർ ദാൻ ഹൈഡ്രജൻ. നേരത്തെ ഓക്സിഡോ റിഡക്ടേസസിൽ നമ്മൾ ഹൈഡ്രജന്റെ ട്രാൻസ്ഫർ ആണെന്ന് പറഞ്ഞ്, ഇതെന്താ? ട്രാൻസ്ഫർ തന്നെയാണ്, പക്ഷെ അതർ ദാൻ ഹൈഡ്രജൻ ബിറ്റ്വീൻ 2 സബ്സ്ട്രേറ്റ്സ്. ഹൈഡ്രജൻ അല്ലാത്തതിന്റെ ട്രാൻസ്ഫർ ആ പേരിൽ തന്നെ ഉണ്ട്, ട്രാൻസ്ഫറേസസ് എൻസൈം. ഓക്കെ, ട്രാൻസ്ഫറേസ് എൻസൈം. മൂന്നാമത്തത്, കാറ്റലൈസസ് ദ ഇന്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സ്. ഇതും അതേ പേരിൽ തന്നെ ഉണ്ട്. 2 ഐസോമേഴ്സിന്റെ ഇടയിലുള്ള ഇന്റർ കൺവേർഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആരായിരിക്കും? ഐസോമറേസസ്. ഓക്കെ, എല്ലാം പേരിൽ തന്നെ കിട്ടുന്ന, അതും ഹിന്റും കൊടുത്തിട്ടുണ്ട്. ടേബിളിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഡി ക്വസ്റ്റ്യൻ, കാറ്റലൈസ് ദ ലിങ്കിങ് ടുഗദർ ഓഫ് 2 കോമ്പൗണ്ട്സ്. 2 കോമ്പൗണ്ടിനെ ലിങ്ക് ചെയ്യും. ഓക്കെ, ലിഗേസസ് എൻസൈം. ഓക്കെ, എല്ലാം സിമ്പിൾ ആണ്. 13th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെയിം ദ ഫോളോയിങ്. ഓക്കെ, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താ, നമ്മളെ ഇൻഫ്ലമേഷൻ വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് എന്താണ് എന്ന് പറഞ്ഞ് ITIS. അതുപോലെ ബ്ലഡിലുള്ള ഒരു അക്യുമുലേഷൻ എന്തെങ്കിലും ഇപ്പൊ ബ്ലഡിൽ കൂടുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ EMIA, ഈമിയ. ഓക്കെ, സപ്പോസ് ഗ്ലൂക്കോസ് ആണ് കൂടുന്നതെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഗ്ലൈസീമിയ. ഓക്കെ, അതുപോലെ യൂറിയ ആണെങ്കിൽ എന്തെന്ന് പറയും? യുറീമിയ. എല്ലാം ഈമിയ വെച്ച് എൻഡ് ചെയ്യും. ഓക്കെ, അതിന്റെ ഉത്തരമായി യൂറിയ ഇൻ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഈ വേർഡ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. യൂറിയ നമുക്കറിയാം, യുറീമിയ. ഓക്കെ, ബ്ലഡിലായതുകൊണ്ട് യുറീമിയ. ഇനി ബി ക്വസ്റ്റ്യൻ, സ്റ്റോൺസ് ഫോംഡ് ഇൻ ദ കിഡ്നി. കിഡ്നിയിലാണ്, അതുകൊണ്ട് റീനൽ എന്നുള്ള വേർഡ് ഉപയോഗിക്കണം. കിഡ്നി, റീനൽ. ആൻഡ് സ്റ്റോൺസ്, റീനൽ കാൽക്കുലൈ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഫ്ലമേഷൻ എന്ന് വരുമ്പം ITIS ഉപയോഗിക്കണം. ഓഫ് ഗ്ലോമറുലൈ അപ്പൊ എന്താ? ഗ്ലോമെറുലോ നെഫ്രൈറ്റിസ്. ഇനി പ്രോസസ് യൂസ്ഡ് ടു റിമൂവ് യൂറിയ ഫ്രം ദോസ് പേഷ്യന്റ് ഹൂസ് കിഡ്നീസ് ഡു നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി. കിഡ്നി മര്യാദക്ക് ഫങ്ഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് നമ്മൾ എന്താ ചെയ്യല്? നോർമലി ഹീമോഡയാലിസിസ്. എല്ലാവർക്കും അറിയാം. ഓക്കെ, ഡയാലിസിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയല്ലേ കിഡ്നി പേഷ്യൻസിന്. ഹീമോഡയാലിസിസ് അതാണ് എന്ത്? യൂറിയാനെ റിമൂവ് ചെയ്ത് കൊടുക്കുന്ന, കിഡ്നി മര്യാദക്ക് ഫങ്ഷൻ ചെയ്യാത്ത ആൾക്കാരിൽ യൂറിയാനെ റിമൂവ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്, ഹീമോഡയാലിസിസ്. ഇനി നമ്മൾ 14th ക്വസ്റ്റ്യനിലേക്ക് എത്തി. Functioning of heart is regulated and maintained by nodal tissue and conducting system. Okay, identify the 3 components of conducting system of human heart from the diagram. Okay, ഏതെല്ലാം? എയും ബിയും സിയും. എ നോക്കിയേ, എ എന്താ കാണിച്ചു തന്നിട്ടുള്ളത്? എ എന്ന് പറയുന്നത് നമ്മളെ SA നോഡ് അല്ലെ? SA നോഡ് നമുക്കറിയാം, SA നോഡ്. ബി എന്ന് പറയുന്നത് എന്താ? AV നോഡ്. ഓക്കെ, അതിന്റെ പൊസിഷൻ നോക്കിയാൽ മതി. ഇതാണ് ഏട്രിയാന്റെ ഇവിടെയാണ് SA നോഡ്, ഇതാണ് എന്ത്? AV നോഡ്. ഓക്കെ, ഇനി സി എന്താ? ഇത് ഈ ബണ്ടിൽ ഓഫ് ഹിസ് അല്ലെ? സി എന്ന് പറയുന്നത് എന്താ? ബണ്ടിൽ ഓഫ് ഹിസ്. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ,
വിച്ച് ഈസ് എ നോഡൽ ടിഷ്യൂ ദാറ്റ് ഇനീഷ്യേറ്റ് ഹാർട്ട് ബീറ്റ്? ഹാർട്ട് ബീറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന നോഡൽ ടിഷ്യൂ ഏതാണ്? രണ്ട് നോഡൽ ടിഷ്യൂ, SA നോഡും ഉണ്ട് AV നോഡും ഉണ്ട്. ഏതാണ് പേസ് മേക്കർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഏതിനെയാ? അതാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആള്, പേസ് മേക്കർ. അതേതാ? നമ്മുടെ SA നോഡ്. SA നോഡ് പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് വിളിക്കും. അതാണ് എന്ത് ചെയ്യുന്നുള്ളത്? ഇനീഷ്യേറ്റ് ചെയ്യും ഹാർട്ട് ബീറ്റിനെ. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഒരു 6 ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് 4 ഡിഫറെന്റ് ഫൈൽ ആർ ഗിവൺ. ഐഡന്റിഫൈ ദ ഫൈൽ. ഓക്കെ, അപ്പൊ 4 എണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ 4നും ABCD എന്ന് എഴുതിയിട്ട് 4 ഫൈലത്തിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആദ്യം A, ബോഡി ബിയർസ് 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ്. പുറത്ത് കോംബ് പ്ലേറ്റ്സ് കാണുന്നത് ആർക്കാ? ആ പേരിൽ തന്നെ ഉണ്ട്, ടീനോഫോറ. ഓക്കെ, ഫൈലം ടീനോഫോറ. ഇനി B, കൈറ്റിനസ് എക്സോസ്കെലട്ടൻ വിത്ത് ജോയിന്റഡ് അപ്പൻഡേജസ്. അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ജോയിന്റഡ് അപ്പൻഡേജസ്. ആരാ? ആർത്രോപോഡ. ഓക്കെ, ആർത്രോപോഡയിലാണ് എന്തുള്ളത്? ആർത്രോ മീൻസ് ജോയിന്റഡ്, പോഡ അപ്പൻഡേജസ്. ജോയിന്റഡ് അപ്പൻഡേജസ് കാണുമ്പോൾ അറിയണം ആർത്രോപോഡ. ഇനി C ക്വസ്റ്റ്യൻ, പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. നമുക്കറിയാം ഏതിലാ കാണുന്നത്? വേറെ ഏതിലും ഇല്ലാത്ത ഫീച്ചറാണ്, എക്കൈനോഡെർമാറ്റാലാണ് എന്ത് കാണുന്നുള്ളത്? വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസൻസ് ഉള്ളത്. ഇനി ഒരു ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ്. അത് ഏതിനാ? ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ചുറ്റിലുള്ളത് ഫിഗർ ഓർത്താ കിട്ടും, മൊളസ്ക. മൊളസ്കൊക്കെയാണ് ഫൈലം. മൊളസ്കൊക്കെയാണ് എന്തുള്ളത്? ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ് ഉള്ളത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോൺട്രാക്ഷൻ ഓഫ് എ മസിൽ ഫൈബർ ടേക്സ് പ്ലേസ് ബൈ സ്ലൈഡിംഗ് ഓഫ് തിൻ ഫിലമെന്റ്സ് ഓവർ ദ തിക് ഫിലമെന്റ്സ്. നമ്മൾ തിക് ഫിലമെന്റ്സിന്റെ മുകളിൽ തിൻ ഫിലമെന്റ്സിന്റെ സ്ലൈഡിങ് കാരണമാണ് നമ്മൾ കോൺട്രാക്ഷൻ ഓഫ് മസിൽ ഫൈബർ നടക്കല്. അതെ, കറക്റ്റ്. NCERT സ്റ്റേറ്റ്മെന്റ് ആണത്. വിച്ച് തിയറി എക്സ്പ്ലെയിൻസ് ദ പ്രോസസ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ? എന്താ ഈ തിയറിന്റെ പേര്? എന്താ? സ്ലൈഡിങ്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. അതായത് സ്ലൈഡിംഗ് ഓഫ് തിൻ ഫിലമെന്റ്സ്, സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഇത്ര സിമ്പിൾ അല്ലേ? ആ ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ട്? ആ തിയറിന്റെ പേരുണ്ട്. ഇനി B, നെയിം 2 കോൺട്രാക്ടൈൽ പ്രോട്ടീൻ സീൻ ഇൻ മസിൽ. ആക്ടിൻ, മയോസിൻ. 2 കോൺട്രാക്ടൈൽ പ്രോട്ടീന്റെ പേര് എന്തൊക്കെയാ? ആക്ടിൻ, മയോസിൻ. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇങ്ങനെ ചോദിച്ചൂടെ? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി സ്റ്റേറ്റ്. അപ്പൊ എന്ത് പറയണം? കോൺട്രാക്ഷൻ ഓഫ് എ മസിൽ ഫൈബർ ടേക്സ് പ്ലേസ് ബൈ സ്ലൈഡിംഗ് ഓഫ് തിൻ ഫിലമെന്റ്സ് ഓവർ ദ തിക് ഫിലമെന്റ്സ്. ഓക്കെ, അങ്ങനെ തിരിച്ചും ചോദിക്കാം. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്. അല്ലെ, സിനാപ്സ് എന്ന് പറയുന്നത് 2 ന്യൂറോണിന്റെ ഇടയിലുള്ള ഒരു ജംഗ്ഷൻ ആണ്. വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് സിനാപ്സ്? എന്തൊക്കെ ടൈപ്പ് സിനാപ്സ് ഉണ്ട്? ഒന്ന് നമുക്കറിയാം, ഇലക്ട്രിക്കൽ സിനാപ്സും ഉണ്ട്. 2 എന്താ? കെമിക്കൽ സിനാപ്സും ഉണ്ട്. ഓക്കെ, 2 ടൈപ്സ് ഓഫ് സിനാപ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിനാപ്സും ഉണ്ട്, കെമിക്കൽ സിനാപ്സും ഉണ്ട്. ഓക്കെ, ഹൗ ഡു ദേ ഡിഫർ ഫ്രം ഈച്ച് അതർ? ഓക്കെ, ഈ ഇലക്ട്രിക്കൽ സിനാപ്സും കെമിക്കൽ സിനാപ്സും തമ്മിൽ ഒരു 2-3 ഡിഫറൻസ് പറയാം. ഇലക്ട്രിക്കൽ സിനാപ്സിൽ നമ്മളതാ സിനാപ്സ് വരയ്ക്കുമ്പോൾ ഒരു പ്രീ സിനാപ്റ്റിക് ന്യൂറോണും ഉണ്ടാവും, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് 2 തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരിക്കും. ഏതിന്റെ കേസിൽ? നമ്മളെ ഇലക്ട്രിക്കലിന്റെ കേസിൽ. ഓക്കെ, ഇലക്ട്രിക്കൽ സിനാപ്സിന്റെ കേസിൽ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻസ്. ഓക്കെ, അതെന്തായിരിക്കും? ഭയങ്കര കുറവായിരിക്കും. അല്ലെങ്കിൽ ഈ 2 മെംബ്രെയിൻസ് ഭയങ്കര ക്ലോസ് ആയിരിക്കും. മെംബ്രെയിൻ ഓഫ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ഈസ് വെരി ക്ലോസ് എന്ന് പറയാം ഇലക്ട്രിക്കലിൽ. കെമിക്കലിലാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ആരുണ്ട്? ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ടാവും. അപ്പം മെംബ്രെയിൻസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ ഫ്ലൂയിഡ് ഫിൽഡ് ക്ലെഫ്റ്റ് ഇൻ ദ കേസ് ഓഫ് കെമിക്കൽ സിനാപ്സ്. വെറാസ് ഇൻ ഇലക്ട്രിക്കൽ സിനാപ്സ് ഇത് രണ്ടും ഭയങ്കര ക്ലോസ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ക്ലോസ് ആയ സ്ഥിതിക്ക് ഇലക്ട്രിക്കൽ സിനാപ്സിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കുമല്ലോ ട്രാൻസ്മിഷൻ നടക്കുക. അതെ, ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഈസ് ഫാസ്റ്റർ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക്കൽ സിനാപ്സ്. വേറാസ് നമ്മൾ കെമിക്കൽ സിനാപ്സിൽ എന്താണ്? ഇങ്ങനത്തെ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്ലെഫ്റ്റ് ഒക്കെ നടുവിലുള്ളത് കൊണ്ട് അത്ര എളുപ്പത്തിൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുകയില്ല. ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഈസ് സ്ലോവർ കമ്പയർഡ് ടു നമ്മളെ ഇലക്ട്രിക്കൽ സിനാപ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി കെമിക്കൽ സിനാപ്സിൽ വേറെയും പറയാം. കെമിക്കലിന്റെ പേര് വരാൻ കാരണം എന്താ? അതിൽ കെമിക്കൽസ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളത്? ഈ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് വഴിയാണ്. വേറാസ് ഇലക്ട്രിക്കൽ, ആ പേര് പോലെ തന്നെ ഇലക്ട്രിക്കൽ കറണ്ട് ആണ് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളത്. ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ഫോർ ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഓക്കെ അല്ലേ? അപ്പൊ 2 ടൈപ്പ് സിനാപ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ സിനാപ്സും ഉണ്ട്, കെമിക്കൽ സിനാപ്സും ഉണ്ട്. ഓക്കെ അല്ലേ? ഡിഫറൻസ് എന്താ? ഇതിന് അടുത്തായിരിക്കും, ഗ്യാപ്പ് ഭയങ്കര കുറവായിരിക്കും. ഏതിന്റെ കേസിൽ? നമ്മളെ ഇലക്ട്രിക്കൽ സിനാപ്സിന്റെ കേസിൽ. വേറെ കെമിക്കൽ സിനാപ്സിന്റെ കേസിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്തുണ്ടാവും? അതിന്റെ നടുവിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ട്രാൻസ്മിഷൻ എന്തായിരിക്കും? സ്ലോവർ ആയിരിക്കും കെമിക്കലിൽ, ഫാസ്റ്റർ ആയിരിക്കും ഏതിൽ? ഇലക്ട്രിക്കലിൽ.
അപ്പൊ നമ്മൾ 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തി. സം നിഡേറിയൻസ് എക്സിബിറ്റ് 2 ബോഡി ഫോംസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, രണ്ട് നിഡേറിയൻസിന്റെ 2 ബോഡി ഫോംസ് നമ്മൾ കുറേ വട്ടം കണ്ട ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെയിം ദ ബോഡി ഫോംസ് എ ആൻഡ് ബി. ഇനിയിപ്പോ ഇതിൽ മാറിപ്പോവാനുള്ള ഒരു ചാൻസേ ഉള്ളൂ. ഇത് രണ്ടിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, പോളിപ്പ് ഉണ്ട്, മെഡ്യൂസ ഉണ്ട് എന്ന് അറിയാം. ഇനി ഇതിലേതാ പോളിപ്പ്? ഈ ബി ആണ് എന്ത്? പോളിപ്പ്. ഓക്കെ, എ ആണ് എന്ത്? മെഡ്യൂസ. ഓക്കെ, ഇത് ഓർക്കാന് മെഡ്യൂസാന്റെ എമ്മിന്റെ ഷേപ്പിലാണ് നമ്മളതാ ഇതുള്ളത്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കാം. ഇതാണ്, മറ്റേതാണ് എന്ത്? പോളിപ്പ്. ഓക്കെ, ഒരു പി പോലെ. ഇനി റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. ഈ മെഡ്യൂസവും പോളിപ്പും തമ്മിലുള്ള 2 ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം പോളിപ്പ് എന്ന് പറയുന്നത് എന്താ? NCERT സ്റ്റേറ്റ്മെന്റ്, പോളിപ്പ് ഈസ് സെസൈൽ, വേറാസ് മെഡ്യൂസ എന്ന് പറയുന്നത് എന്താ? ഫ്രീ സ്വിമ്മിംഗ് ആണ്. മെഡ്യൂസ എന്ന് പറയുന്നത് ഫ്രീ സ്വിമ്മിംഗ് ആണ്, പോളിപ്പ് എന്ന് പറയുന്നത് സെസൈൽ ആണ്. ഇനി ഒരു ഡിഫറൻസ്, പോളിപ്പ് എന്ന് പറയുന്നത് ഈ ഫിഗറിലുള്ളത് പോലെ ഷേപ്പ് എന്താ? പോളിപ്പിന്റെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും. വേറാസ് മെഡ്യൂസ എന്ന് പറയുന്നത് എന്താ? അംബ്രല്ല ഷേപ്ഡ് ആണ്. ഓക്കെ, മെഡ്യൂസ എന്ന് പറയുന്നത് അംബ്രല്ല ഷേപ്ഡ് ആണ്. ഈ ഫിഗർ നോക്കിയിട്ട് ഓർത്തിട്ട് പറഞ്ഞാൽ മതി. പിന്നെ പോളിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെസൈൽ ആണെന്ന് ഓർക്കണം. മെഡ്യൂസ എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ സ്വിമ്മിംഗ് ആണെന്ന് ഓർക്കണം. ഓക്കെ, ഫ്രീ സ്വിമ്മിംഗ്. പിന്നെ ഷേപ്പിന്റെ കാര്യം പറയാം. പിന്നെന്താ? പോളിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അസെക്ഷൽ സ്റ്റേജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അസെക്ഷൽ സ്റ്റേജ്. വേറാസ് മെഡ്യൂസ എന്ന് പറയുന്നത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സെക്ഷൽ സ്റ്റേജ്. അപ്പോൾ ഈ 2 നിഡേറിയൻസിന്റെ 2 ബോഡി ഫോംസ് ആണെന്ന് അറിയണം. ഫിഗർ കണ്ടാൽ ഈ പേരറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഏതാണ് സെസൈൽ, ഏതാണ് ഫ്രീ സ്വിമ്മിംഗ്, ഏതാണ് അസെക്ഷൽ, ഏതാണ് സെക്ഷൽ. പിന്നെ പോളിപ്പിൽ എന്താ വേറെ ഫീച്ചർ? എന്താ? സിലിണ്ട്രിക്കൽ ആണ് ഷേപ്പ്. വേറാസ് മെഡ്യൂസ എന്ന് പറയുന്നത് എന്താ? അംബ്രല്ല ഷേപ്ഡ് ആണെന്ന് അറിയണം. ഇനി 19th ക്വസ്റ്റ്യൻ, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, ഒരു സിഗ്മോയിഡ് കർവ്. അത് പറയുമ്പോൾ നമുക്കറിയാം ആരാണത്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ് അല്ലെ? ഐഡന്റിഫൈ ദ സിഗ്മോയിഡ് കർവ് എന്നാണ് എ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഏതാണ് സിഗ്മോയിഡ് കർവ്? ഏതാണ്? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ്. ഇനി മെൻഷൻ ദ ഫാക്ടേഴ്സ് വിച്ച് ഫേവർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ആൽവിയോളി. നമ്മൾ ആൽവിയോള ഉണ്ടല്ലോ, ആൽവിയോള ഉണ്ട്, ബ്ലഡ് വെസൽ ഉണ്ട്. അപ്പോൾ ആൽവിയോളയിൽ ഓക്സി ഹീമോഗ്ലോബിൻ, നമ്മൾ ഓക്സിജനും ഹീമോഗ്ലോബിനും കമ്പൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് ഓക്സിജനും ഹീമോഗ്ലോബിൻ, ബ്ലഡിൽ ഹീമോഗ്ലോബിൻ ആയിട്ട് ഓക്സിജൻ വന്ന് കമ്പൈൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ ഫേവർ ചെയ്യും? ഒന്ന്, നല്ലോണം ഓക്സിജൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് ഹീമോഗ്ലോബിൻ ആയിട്ട് കമ്പൈൻ ചെയ്തൂടെ? അപ്പൊ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടാം. ഓക്കെ, ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, അത് കാരണം ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ പെട്ടെന്ന് നടക്കാം. അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയാം. ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയാ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ആദ്യത്തെ ഒന്ന് മാത്രം കൂടുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടിയാൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ഫേവർ ചെയ്യും. ബാക്കി എല്ലാ ഫാക്ടേഴ്സും കുറഞ്ഞാൽ മതി. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയാ, H+ന്റെ കോൺസെൻട്രേഷൻ കുറയാ, ടെമ്പറേച്ചർ കുറയാ. ഓക്കെ, ലോ H+ അയൺ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ ലോ ആവുക, ഇതെല്ലാം എന്ത്? ഫാക്ടേഴ്സ് which favor the formation of oxyhemoglobin in alveoli. ഇനി സി ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓക്സിജൻ മോളിക്യൂൾസ് ക്യാൻ എ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാരി? ഒരൊറ്റ ഹീമോഗ്ലോബിൻ മോളിക്യൂള് എത്ര ഓക്സിജന്റെ മോളിക്യൂൾസിനെ ക്യാരി ചെയ്യും? എത്ര ക്യാരി ചെയ്യും? 4 എണ്ണം ക്യാരി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കർവ് കണ്ടാൽ അറിയണം, സിഗ്മോയിഡ് കർവ് എന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയണം ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. പിന്നെ ചോദിക്കാൻ പറ്റുന്ന ചാൻസ്, അതായത് ഈ ഗ്രാഫിന്റെ X ആക്സിസിലും Y ആക്സിസിലും പ്ലോട്ട് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഒന്നെന്താ? Y ആക്സിസിൽ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ എഗെയിൻസ്റ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫാക്ടർ ഏതാ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അത് കൂടുന്നതിനനുസരിച്ചിട്ട് ഹീമോഗ്ലോബിൻ ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതും കൂടും. ഓക്കെ, ആ കർവാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 20th, given below is a picture of a renal corpuscle. ഓക്കെ, ഒരു റീനൽ കോർപ്പസ്യൂളിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എ, നെയിം ദ പാർട്സ് മാർക്ക്ഡ് ആസ് A, B and C. എ പാർട്ട് എന്താ? നമ്മൾ ആർട്ടീരിയോൾ ആണെന്ന് മനസ്സിലായി അല്ലെ? എയും ബിയും ആർട്ടീരിയോൾ ആണ്. ഇനി കൺഫ്യൂസ് ആവാൻ പോകുന്നത് ഏത് എന്നുള്ളത് കേസിലാണ്. ഓക്കെ, എയിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് നമ്മളെ ഗ്ലോമറുലസിലേക്ക് വരുന്നത് പോലെയാണ് എ എന്ന് പറയുന്ന ആർട്ടീരിയോൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങോട്ട്. സോ അതേതാ? അഫറന്റ് ആർട്ടീരിയോൾ, നേരെ തിരിച്ച്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്നത് അങ്ങോട്ട്. സോ ഇഫറന്റ്, നേരെ തിരിച്ചാലോചിച്ചാൽ മതി, ഇഫറന്റ്. ഓക്കെ, ഇങ്ങോട്ട് വരുന്നത് അഫറന്റ്, അങ്ങോട്ട് പോകുന്നത് ഇഫറന്റ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് എന്താ? അഫറന്റ് ആർട്ടീരിയോൾ ആണ്. ബി എന്ന് പറയുന്നത് ഇഫറന്റ് ആർട്ടീരിയോൾ ആണ്. ഓക്കെ, ഇനി സി ഇനി കൺഫ്യൂസ് ആവാനൊന്നുമില്ല. ആകെ അവിടെ എന്തേ ഉള്ളൂ? ബോമാൻസ് ക്യാപ്സ്യൂൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ക്യാപ്സ്യൂൾ ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് സി ആയിട്ട്, ബോമാൻസ് ക്യാപ്സ്യൂൾ. Okay, any B question.
റൈറ്റ് ദ 3 മെയിൻ സ്റ്റെപ്സ് ഓർ പ്രോസസ്സസ് ഇൻ യൂറിൻ ഫോർമേഷൻ. അത് കട്ട് ചെയ്തോ. ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ 3 മെയിൻ സ്റ്റെപ്സ് ഓർ പ്രോസസ്സസ് ഇൻ യൂറിൻ ഫോർമേഷൻ. ഓക്കെ, യൂറിൻ ഫോർമേഷനിലുള്ള 3 സ്റ്റെപ്സ് എഴുതാൻ, 3 മെയിൻ സ്റ്റെപ്സ് എഴുതി കൊടുത്താൽ മതി, പേര് മാത്രം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് നോക്ക്, ഈ ഫിഗറിലുള്ള പോലെ നമ്മൾ അഫറന്റ് ആർട്ടീരിയൽ വഴി വന്നിട്ട് ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് നടക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മളെ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലൂടെ പോകും ഇത്, അല്ലെ? ട്യൂബ്യൂൾസിലൂടെ പാസ് ചെയ്യുമ്പം നമ്മളെ ചുറ്റിലും, ഈ ട്യൂബ്യൂൾസിന് ചുറ്റിലും നമ്മളെ കാപ്പിലറീസ് ഉണ്ടല്ലോ, ഈ കാപ്പിലറി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. കുറച്ച് സാധനങ്ങൾ തിരിച്ച് നമ്മളെ ട്യൂബ്യൂൾസ് നിന്ന് അബ്സോർബ് ചെയ്തെടുക്കും. അതിനെയാണ് നമ്മൾ ട്യൂബുലാർ അബ്സോർപ്ഷൻ എന്ന് വിളിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ട്യൂബുലാർ അബ്സോർപ്ഷൻ. ഇനി ലാസ്റ്റ് തേർഡ് സ്റ്റെപ്പ്, ഇങ്ങനെ അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? നമ്മളെ ട്യൂബ്യൂൾസിലൂടെ പുറത്തേക്ക് സെക്രീറ്റ് ചെയ്യും. ട്യൂബുലാർ സെക്രീഷൻ ഇൻടു എങ്ങോട്ടേക്ക്? നമ്മളെ കളക്ടിങ് ഡക്റ്റിലേക്ക് പോയിട്ട് സെക്രീഷൻ നടക്കും. അപ്പൊ 3 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഓർ അൾട്രാ ഫിൽട്രേഷൻ, രണ്ടാമത് ട്യൂബുലാർ അബ്സോർപ്ഷൻ, കാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്യും, മൂന്നാമത് എന്താ? ട്യൂബുലാർ സെക്രീഷൻ. അപ്പൊ ഇതാണ് എന്ത്? 3 മെയിൻ സ്റ്റെപ്സ് ഓർ പ്രോസസ്സസ് ഇൻ യൂറിൻ ഫോർമേഷൻ. അപ്പൊ മക്കളെ ഇത്രയേ ഉള്ളൂ നമ്മളെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം ചോദിക്കുന്നുള്ളത്, NCERT ഉള്ളത് തന്നെയാണ് ചോദിക്കുന്നുള്ളത്. അപ്പോൾ നല്ലോണം NCERT തറവായിട്ട് വായിക്കുക. ഇനി ഒരു 10 ദിവസം ഉണ്ട്, ആ 10 ദിവസം നല്ലോണം ഒന്ന് റിവൈസ് ചെയ്യുക, കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ഈ മോഡലിന്റെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും മിക്കവാറും നമുക്ക് ആനുവൽ എക്സാമിനും ചോദിക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതേപോലത്തെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് നല്ലോണം ആൻസർ ചെയ്യാൻ നോക്കുക. ഓൾ ദ ബെസ്റ്റ്.